ഏറെ പ്രതീക്ഷകളോടെയായിരുന്നു മുംതാസിൻ്റെയും ഷാഹുലിൻ്റെയും വിവാഹം. വിവാഹത്തിനു മുമ്പ് തന്നെ മുംതാസ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി ഷാഹുലിനെ അവൾ കണ്ടു. വിവാഹശേഷം ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് യാത്ര ചെയ്യണം, ചെറിയ ചെറിയ സന്തോഷങ്ങൾ പങ്കുവെക്കണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ. ഷാഹുലിനും മുംതാസിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ അവരുടെ വിവാഹ ജീവിതത്തിന് തുടക്കം കുറിച്ച് വെറും 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഷാഹുലിന് ഗൾഫിലേക്ക് മടങ്ങി പോകേണ്ടി വന്നു. ഷാഹുലിൻ്റെ ജോലി അങ്ങനെയായിരുന്നു. ലീവ് വളരെ കുറച്ചായിരുന്നു. ബിസിനസ്സിൻ്റെ കാര്യങ്ങളും ജോലിയുടെ ഉത്തരവാദിത്തങ്ങളും കാരണം അധികകാലം നാട്ടിൽ നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. വിവാഹം കഴിഞ്ഞുള്ള ആ 2 മാസം മുംതാസിന് ഒരു സ്വപ്നം പോലെയായിരുന്നു. രാവിലെ കണ്ണ് തുറക്കുമ്പോൾ അടുത്ത ഷാഹുൽ, രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും അതെ, തൊട്ടടുത്ത് തൻ്റെ ഷാഹുൽ. ചെറിയ കാര്യങ്ങൾക്ക് പോലും പരസ്പരം കളിയാക്കിയും ചിരിച്ചും അവർ ദിവസങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ ആ 2 മാസങ്ങൾ വളരെ പെട്ടെന്നാണ് കടന്നു പോയത്. ഷാഹുൽ പോകേണ്ട ദിവസം അടുത്തെത്തി. മുംതാസിൻ്റെ മനസ്സിൽ അന്നു മുതൽ ഒരു ചെറിയ വിഷമമുണ്ടായിരുന്നു. ഇനി ഞാനിവിടെ ഒറ്റയ്ക്ക് എത്ര ദിവസം നിൽക്കണം എന്ന ചിന്ത അവളെ അലട്ടിത്തുടങ്ങി. ഷാഹുലിനും അവളെ വിട്ടുപോകുന്നതിൽ സന്തോഷവാനായിരുന്നില്ല. പക്ഷേ പോകാതെ പറ്റില്ലായിരുന്നു. പോകുന്നതിന് മുമ്പ് ഒരു ദിവസം രാത്രി മുംതാസിൻ്റെ അടുത്തിരുന്ന് ഷാഹുൽ അവളുടെ കൈ പിടിച്ചു. മോളെ. എന്താ? ഞാൻ പോവുകയാണ്. മുംതാസ് ഒന്നും പറഞ്ഞില്ല. അവളുടെ കണ്ണുകളിൽ വിഷമം നിറഞ്ഞിരുന്നു. ഷാഹുൽ തുടർന്നു. നീ വിഷമിക്കേണ്ട. ഇൻഷാ അല്ലാ, നിൻ്റെ വിസയൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. മുംതാസ് പതുക്കെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശരിക്കും? അതെ. പിന്നെ നമുക്ക് 2 പേർക്കും അവിടെ ഒരുമിച്ച് സെറ്റിൽഡ് ആകാം. അത് കേട്ടപ്പോൾ മുംതാസിൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വന്നു. പക്ഷേ അതുവരെ 5-6 മാസം നീ ഇവിടെ നിൽക്കേണ്ടി വരും മുത്തേ. 6 മാസമല്ലേ? അതെ, അപ്പോഴേക്കും ഞാൻ നിന്നെ കൊണ്ടുപോയിരിക്കും. ആ വാക്കുകൾ കേട്ടപ്പോൾ മുംതാസിൻ്റെ മുഖത്ത് പുഞ്ചിരി മങ്ങി. 5-6 മാസമോ? അതെ, അത്രയും എനിക്ക് കഴിയില്ല. അതെ മോളെ, അത്രയും സമയം നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ഞാൻ കാത്തിരിക്കും. പിന്നെ ഞാൻ നിന്നെ കൊണ്ടുപോകും. അവൾ പറഞ്ഞത് വളരെ ഒരു ചെറിയ വാക്കായിരുന്നു. പക്ഷെ അതിനുള്ളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. അവൾക്കറിയാമായിരുന്നു ഷാഹുൽ തിരികെ വരില്ലെങ്കിലും ഒരു ദിവസം തന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിൽ താൻ കാത്തിരിക്കുമെന്ന്. അങ്ങനെ ഷാഹുൽ ഗൾഫിലേക്ക് പോകുന്ന ദിവസം വന്നെത്തി. വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മുംതാസിനെ വീണ്ടും വിളിച്ചു. മുന്തു, ഞാൻ ഇറങ്ങാണ്. അവളുടെ ശബ്ദത്തിൽ വിഷമം വ്യക്തമായിരുന്നു. ഞാനിവിടെ എത്തിയിട്ട് വിളിക്കാം കേട്ടോ. ശരി. കരയരുത്. ഞാൻ കരയുന്നില്ല. നിൻ്റെ ശബ്ദം കേട്ട് എനിക്ക് മനസ്സിലാകും. അവളൊന്നും പറഞ്ഞില്ല. പോയിട്ട് വിളിക്കാം. സൂക്ഷിക്കണം. വെറും 6 മാസം എനിക്ക് വേണ്ടി കാത്തിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ തന്നെയാലും എൻ്റെ റാണിയെയും കൊണ്ട് ഞാൻ പറഞ്ഞിരിക്കും. എന്താ? ആയിക്കോട്ടെ. അവൾ വിതുമ്പുന്ന മനസ്സോടെ അതാ സമ്മതം കൊടുത്തു. ആ പിന്നെ നീ വിഷമിക്കേണ്ട. നിൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടേക്ക് ഒരാൾ വരും. അതായത് നിനക്ക് നിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളൊരു സെർവൻറ്റ് ഇവിടേക്ക് വരും. ഓക്കെ? അങ്ങനെ അതാ അവസാനമായി ചുംബനങ്ങൾ നൽകിക്കൊണ്ട് ഷാഹുൽ യാത്രയായി. അവൾ അത് നോക്കി നിന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഷാഹുൽ ഗൾഫിലെത്തി എന്നുള്ള വിവരം ലഭിക്കുന്നു. അവിടെ എത്തിയ ഉടനെ തന്നെ മുംതാസിനെ വിളിച്ചു. മുന്തു, ഞാൻ എത്തി മോളെ. ആണോ? അതെ. ആ ശബ്ദം കേട്ടപ്പോൾ മുംതാസിന് വലിയ ആശ്വാസം തോന്നി. അവിടെ എല്ലാം ഓക്കെയാണോ? എല്ലാം ഓക്കെയാണ്, വിഷമിക്കണ്ട. അവരുടെ ദിവസങ്ങൾ അങ്ങനെ ഫോൺ കോളുകളിലൂടെ കടന്നുപോയി. ഷാഹുലിന് ജോലി തിരക്കായിരുന്നു. രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം തിരിച്ചെത്തും. ചില ദിവസങ്ങളിൽ മുംതാസിനെ വിളിക്കാൻ സമയമില്ലെങ്കിലും സമയം കണ്ടെത്തി വിളിക്കും. അപ്പോൾ മുംതാസ് ഫോൺ നോക്കിയിരിക്കും. ഒരു കോൾ വരുമോ, ഒരു മെസ്സേജ് വരുമോ എന്ന പ്രതീക്ഷയിൽ. ഷാഹുൽ അവളെ സ്നേഹിച്ചിരുന്നില്ല എന്നല്ല, അവളോട് സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ജോലിയും ബിസിനസ്സും ഉത്തരവാദിത്തങ്ങളും കൂടിക്കൂടി വന്നു. എന്നാൽ അവളുടെ ജീവിതത്തിലോ കാത്തിരിപ്പ് മാത്രം. ഷാഹുൽ പോകുന്നതിന് മുമ്പ് അവളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഒരാളെ അവിടെ ഏർപ്പാടാക്കിയിരുന്നു. അതിനാൽ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മുംതാസിൻ്റെ പ്രശ്നം മറ്റൊന്നായിരുന്നു. ഏകാന്തത. വീട്ടിൽ ആളുണ്ടായിരുന്നെങ്കിലും അവൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാൾ വേണമായിരുന്നു.
ഷാഹുലിനോട് പറയാൻ കഴിയാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ, ദിവസത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, ചിരിക്കാൻ തോന്നുന്ന കാര്യങ്ങൾ, കരയാൻ തോന്നുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട്. ഒരു ദിവസം വൈകുന്നേരം മുംതാസ് ഫോൺ എടുത്ത് കോണ്ടാക്റ്റുകൾ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവളുടെ കണ്ണ് ഒരു പേരിൽ പതിഞ്ഞത്. അതെ, സജീർ. അവളുടെ ക്ലാസ്മേറ്റും പഴയ സുഹൃത്തുമായിരുന്ന സജീർ. വിവാഹത്തിന് ശേഷം അധികം സംസാരിച്ചിരുന്നില്ല. ഒന്ന് വിളിച്ചാലോ? അവൾ കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ ഫോൺ ചെയ്തു. ഹലോ, സജീറാണോ? ആ അതെ, ആരാണ്? ഞാനാണ് മുംതാസ്. അല്ലോ, മുംതാസോ? സജീറിൻ്റെ ശബ്ദത്തിൽ സന്തോഷം. ഹോ, നീയൊക്കെ കല്യാണം കഴിച്ചു പോയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ലല്ലോ. എന്ത് വിശേഷം മോളെ? ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. വെറുതെയോ? അതെ. കല്യാണം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ മറന്നു അല്ലേ, നല്ല സുന്ദരനായ ഹസ്ബൻഡിനെ കിട്ടിയപ്പോൾ? മുംതാസ് ചിരിച്ചു. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഷാഹുൽ എവിടെയാ? ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. നാട്ടിൽ തന്നെ? അതെ മുത്തേ. എന്താ? എന്നാലും നമ്മളെയൊക്കെ ഓർത്ത് നീ വിളിച്ചല്ലോ. ആ, ഒരു മിനിറ്റ്, എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ. അതെ, ഷാഹുൽ വിളിക്കുന്നു. ഹലോ. ആ, എന്താടി ഭയങ്കര എൻഗേജ് ആയിരുന്നല്ലോ, ഭയങ്കര ബിസി ആയിരുന്നല്ലോ, എന്തു പറ്റി? ആ, അത് ഞാനേ എൻ്റെ ഉമ്മാക്ക് അങ്ങനെ ഉമ്മാക്ക് വിളിച്ചതിൻ്റെ ഇടയിൽ വിളിക്കാൻ ബുദ്ധിമുട്ടായോ? അത് ഞാൻ വിളിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. എന്താ, സുഖം തന്നെയല്ലേ? അതെ പെണ്ണെ. ആ, എന്നാൽ ശരി. മുംതാസ്, നീ എന്താ? എൻ്റെ ജോലി തിരക്കുകൾക്കിടയിൽ, എൻ്റെ ബിസിനസ്സിൻ്റെ ടെൻഷനുകൾക്കിടയിൽ നിന്നെ ഒന്ന് വിളിച്ച് അല്പം സംസാരിക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് ഫ്രീ ആയതാ പെണ്ണെ. എനിക്കിവിടെ കുറച്ച് ബിസി ഉണ്ട്. എന്ത് ബിസി? അല്ല, ഇവിടെ കുറച്ച് ജോലി കാര്യങ്ങളൊക്കെ. അങ്ങനെ, അതൊക്കെ ആ പെണ്ണെടുത്തോളൂ അല്ലേ? സെർമനിനോട് ഞാൻ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചു. നല്ല പെണ്ണാണത്. അവളോട് ഞാൻ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ഒരു 6 മാസം ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. നല്ല പെണ്ണല്ലേ? പെണ്ണ് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും കൂടി കൊടുക്കാൻ ഞാൻ പറ്റില്ലല്ലോ. ആ, എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കാം. പിന്നെ നീ ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കട്ടോ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എൻ്റെ പെണ്ണെ, എൻ്റെ ജോലി തിരക്കുകൾക്കിടയിൽ നിന്നോടൊന്ന് അല്പം സംസാരിക്കുമ്പോഴും ആണ് എനിക്ക് അല്പം ആശ്വാസം തോന്നുന്നത്. അല്ലാതെ എനിക്ക് ഈ പ്രവാസ ലോകത്ത് കഴിയില്ലടി നീയൊന്നും ഇല്ലാതെ. ഇൻഷാ അല്ലാ പെട്ടെന്ന് ജോലിയൊക്കെ ഞാൻ 1, 2, 3 ജോലിയൊന്നുമല്ല, ഞാൻ എന്നെ കിട്ടുന്ന ജോലിയൊക്കെ ചെയ്തിട്ട് നിന്നെ ഒന്ന് കൊണ്ടുവരാനുള്ള സെറ്റപ്പ് റെഡിയായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ വൈകാതെ എൻ്റെ മഹാറാണിക്ക് ഇങ്ങോട്ട് കയറി പോരാലോ. എന്നിട്ട് നമുക്കിവിടെ ഒരുമിച്ച് ജീവിക്കാലോ. എന്താ? എന്നാൽ അവളുടെ ശബ്ദത്തിൽ പഴയ സന്തോഷമുണ്ടായിരുന്നില്ല. അതെ, അവൾക്ക് എന്തെന്നറിയില്ല, അവൻ്റെ കോള് ഒരു അരോചകമായിട്ട് തോന്നി. പലപ്പോഴുയും അവൻ വിളിക്കുമ്പോൾ ബിസിയാക്കി. എന്തു പറ്റി എൻ്റെ മുംതാസിന്? അവൾ ഇങ്ങനെ ആയിരുന്നല്ലോ, സാരല്ല. വലിയ വീടും കാര്യങ്ങളൊക്കെ അല്ലേ എൻ്റേത്. അപ്പോൾ അവിടെയുള്ള കുറച്ച് ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും, സെർവൻ്റ് ഉണ്ടായിട്ടും. എന്നാലും ഇത്രയായി എന്തായിരിക്കും? വെറുതെ തെറ്റിദ്ധരിക്കേണ്ട, പാവം പെണ്ണാണ് അവൾ. അവനതാ പാതി മയക്കത്തിലേക്ക് വീണു. കാരണം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അരമണിക്കൂർ സംസാരിക്കണമെന്നുള്ള രീതിയിൽ പെട്ടെന്ന് വർക്കെല്ലാം ചെയ്തു തീർത്ത് സെറ്റാക്കിയതായിരുന്നു. എന്ത് ചെയ്യാൻ, സാരല്ല. അവൾ വീണ്ടും തൻ്റെ ക്ലാസ്മേറ്റിനെ വിളിച്ചു. ഹലോ, സജീർ. വിളിച്ചോ? എന്തായി, നിൻ്റെ കണവൻ ഇത്ര പെട്ടെന്ന് വിളിച്ച് വെച്ചോ? അയാളെ ജോലി തിരക്കും കാര്യങ്ങളെ കഴിഞ്ഞിട്ട് എന്നോട് സംസാരിക്കാൻ വന്നതാ, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് സമയമൊന്നും കണ്ടെത്തുന്നില്ല. എടി പെണ്ണെ, പ്രവാസികളാവുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ തന്നെ അല്ലേ, വിചാരിച്ച രീതിയിലൊന്നും. എന്നാലും അങ്ങനെയല്ലല്ലോ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വിളിക്കണ്ടേ? ഇതിപ്പോൾ തിരക്കായിരിക്കും എപ്പോഴും. സത്യം പറഞ്ഞാൽ എനിക്ക് ബിസിയുള്ള ആളുകളെ കണ്ടുകൂടാ. നിനക്ക് വേണ്ടിയിട്ടാണല്ലോ പെണ്ണെ. 6 മാസം കഴിഞ്ഞ് എന്നെ കൊണ്ടുപോകും, അതിനുള്ള സെറ്റപ്പാണ്, അതിനു വേണ്ടിയിട്ടാണ് പോകുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ബിസി എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോട്. എന്തായാലും സജീർ, നീ പറ, എന്തായിരുന്നില്ലേ നമ്മുടെ സ്കൂൾ ജീവിതം, കോളേജ് ജീവിതമൊക്കെ? അങ്ങനെ അവരുടെ സംസാരങ്ങൾ നീണ്ടു. പഴയ ക്ലാസ് ഓർമ്മകൾ, കൂട്ടുകാരുടെ വിശേഷങ്ങൾ, പഴയ തമാശകൾ, പഠിച്ചിരുന്ന കാലത്തെ സംഭവങ്ങൾ. ഒരുപാട് നാളുകൾക്ക് ശേഷം മുംതാസ് മനസ്സ് തുറന്ന് ചിരിച്ചു. ഫോൺ വെച്ച ശേഷം അവൾ കുറച്ചു നേരം ചിന്തിച്ചു. എത്ര നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ചിരിച്ചത്? അവൾക്ക് തന്നെ അത്ഭുതമായി. അടുത്ത ദിവസം സജീർ തന്നെയാണ് വിളിച്ചത്. മുംതാസ്, ഇന്നലെ കുറേ നേരം സംസാരിച്ചു, പിന്നെ നിന്നെ വിളിക്കണമെന്ന് തോന്നി. എന്തിനാ? വെറുതെ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഉണ്ട്, പക്ഷേ നിന്നോട് സംസാരിക്കുന്നതിലും വലിയ പണിയൊന്നുമില്ല പെണ്ണേ. മുംതാസ് ചിരിച്ചു. ആ ഒരു തമാശ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സജീറുമായുള്ള സംസാരങ്ങൾ പതിവായി. ആദ്യം അത് വെറും
സൗഹൃദമായിരുന്നു. പിന്നീട് ദിവസവും സംസാരിക്കാൻ തുടങ്ങി. രാവിലെ മെസ്സേജ്, ഉണർന്ന മുത്തേ, കഴിച്ചോ, കുടിച്ചോ മുത്തേ. ഉച്ചയ്ക്ക് ഫോൺ, വൈകുന്നേരം വീഡിയോ കോൾ, രാത്രി വീണ്ടും ഫോൺ. മുംതാസ് അവളുടെ ദിവസങ്ങളിലെ ഓരോ ചെറിയ കാര്യങ്ങളും സജീറിനോട് പറയാൻ തുടങ്ങി. ഇന്നെനിക്ക് എന്ത് സംഭവിച്ചതെന്ന് അറിയാമോ? പറവണ്ണേ, ആദ്യം പറ, എന്താ സംഭവിച്ചത്? നീയല്ലേ എന്നെ വിളിച്ചത്, അതുകൊണ്ടല്ലേ പറയുന്നത്. അവരുടെ സംഭാഷണങ്ങൾ പലപ്പോഴും ഇങ്ങനെയായിരുന്നു. സജീറിന് മുംതാസിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏകാന്തത മനസ്സിലാക്കാൻ തുടങ്ങി. അവൾക്ക് ഷാഹുലിനെ ഒരുപാട് ഇഷ്ടമായിരുന്നെന്ന് സജീറിന് അറിയാമായിരുന്നു. മുംതാസ് പലപ്പോഴും ഷാഹുലിനെ കുറിച്ച് കുറച്ചൊക്കെ സംസാരിക്കും. ഷാഹുൽ വിളിച്ചോ? ഇല്ല, ജോലിയിലായിരിക്കും. അത് പക്ഷെ ഒന്ന് വിളിച്ചിരുന്നെങ്കിലേ. സജീർ അവളെ ആശ്വസിപ്പിക്കും. നീ വിഷമിക്കണ്ട, അവൻ ജോലിയിലായിരിക്കും. എനിക്കിപ്പോൾ വിളിച്ചില്ലായിരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വിളിക്കാൻ എൻ്റെ സജീർ ഉണ്ടല്ലോ. അവൻ സന്തോഷത്തോടെ കുടിച്ചിരിക്കും. എന്നാൽ ഈ സമയം ഷാഹുൽ ഗൾഫിലെത്തിയിട്ട് വളരെ കുറച്ച് ദിവസമേ ആയിരുന്നുള്ളൂ. പക്ഷെ ഷാഹുലിന് മുംതാസിനെ കാണാതെയും അവളോട് സംസാരിക്കാതെയും ഇരിക്കുന്നത് ഓരോ ദിവസവും കൂടുതൽ ബുദ്ധിമുട്ടായി തുടങ്ങി. ജോലിയുടെ തിരക്കിനിടയിലും അവൻ്റെ മനസ്സിൽ എപ്പോഴും മുംതാസ് തന്നെയായിരുന്നു. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം നോക്കുന്നത് ഫോൺ. മുംതാസിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടോ, ഗുഡ് മോർണിംഗ് എന്നവൾ അയച്ചിട്ടുണ്ടോ, ഒന്നുമല്ലെങ്കിൽ അവൻ തന്നെ മെസ്സേജ് ചെയ്യും, മോളെ എഴുന്നേറ്റോ. അല്പസമയത്തിന് ശേഷം മുംതാസിൻ്റെ മറുപടി പറയും, എഴുന്നേറ്റു. അത്രയും ചെറിയൊരു മറുപടി പോലും ഷാഹുലിന് സന്തോഷമായിരുന്നു. കാരണം അവൾ സംസാരിക്കുന്നുണ്ടല്ലോ, അവൾ തൻ്റെ കൂടെയുണ്ടെന്നൊരു തോന്നൽ. അന്ന് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഷാഹുൽ മുംതാസിനെ വിളിച്ചു. 3 പ്രാവശ്യം ബെല്ലടിച്ചു. കോൾ എടുത്തില്ല. ഷാഹുൽ വീണ്ടും വിളിച്ചു. ഇത്തവണയും എടുത്തില്ല. അതെ, അവൾ ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തോ അറിയില്ല. ക്ലാസ്സിലായിരിക്കുമോ? അവൾ സ്വയം പറഞ്ഞു. അല്പസമയത്തിന് ശേഷം മുംതാസിൻ്റെ മെസ്സേജ് വന്നു, ഓൺലൈൻ ക്ലാസ്സിലാണ്. ഷാഹുൽ ഉടൻ മറുപടി നൽകി. ശരി, ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കണേ. മുംതാസ് ഒരു ഓക്കെ മാത്രം അയച്ചു. ഷാഹുൽ ഫോൺ താഴെ വെച്ചു. അവൻ അതിൽ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിലല്ലേ, കഴിഞ്ഞിട്ട് വിളിക്കും. അവൻ ജോലിക്ക് പോയി. പക്ഷേ അന്നത്തെ ദിവസം മുഴുവൻ അവൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, മുംതാസ് വിളിക്കും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് മുറിയിലെത്തിയ ഉടനെ ഷാഹുൽ ഫോൺ എടുത്തു. മുംതാസിനെ വിളിച്ചു. കോൾ പോയി, റിങ് ചെയ്യുന്നു. പെട്ടെന്ന് കാൾ ഡിസ്ക്ലൈൻഡ്. ഷാഹുൽ ഫോണിലേക്ക് നോക്കി. അവൻ്റെ മുഖത്തെ പുഞ്ചിരി പതുക്കെ മങ്ങി. ക്ലാസ്സിലായിരിക്കുമോ? അവൻ വീണ്ടും സ്വയം ആശ്വസിച്ചു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. വീണ്ടും റിജക്റ്റ്. ഇത്തവണ അവൻ്റെ മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നി. അവൻ മെസ്സേജ് അയച്ചു, മോളെ ക്ലാസ് കഴിഞ്ഞില്ലേ? കുറച്ച് സമയത്തിന് ശേഷം മറുപടി വന്നു, ഇല്ല, ക്ലാസ് നടക്കുകയാണ്. ഷാഹുൽ വീണ്ടും ചോദിച്ചില്ല ഒന്നും. ശരി മോളെ, കഴിഞ്ഞിട്ട് വിളിക്കാം. അവൻ ഫോൺ താഴെ വെച്ചു. പക്ഷേ ആ രാത്രി അവൾ വിളിച്ചില്ല. 9 മണിയായി, 10 മണിയായി, 11 മണിയായി. ഷാഹുൽ പലതവണ ഫോൺ എടുത്തു നോക്കി. മുംതാസ് ഓൺലൈനിലുണ്ടോ? വാട്സപ്പ് തുറന്നു. ഓൺലൈൻ. അവൻ കുറച്ചു നേരം ആ സ്റ്റാറ്റസ് നോക്കി നിന്നു. ക്ലാസ് കഴിഞ്ഞില്ലേ? അവൻ്റെ മനസ്സിൽ ചോദ്യം. പിന്നെ അവൻ സ്വയം പറഞ്ഞു, ചിലപ്പോൾ വേറെന്തെങ്കിലും കാര്യമായിരിക്കും. അവൻ വീണ്ടും ഫോൺ ചെയ്തു. കാൾ റിങ് ചെയ്തു. പെട്ടെന്ന് അതെ, ബിസി. ആ നിമിഷം ഷാഹുലിൻ്റെ നെഞ്ചിൽ എന്തോ വീണതുപോലെ തോന്നി. അവൻ ഫോണിലേക്ക് തന്നെ നോക്കി നിന്നു. എന്താണ് കോൾ എടുക്കാത്തത്? അവൾ ബിസിയാണല്ലോ. അവൻ വീണ്ടും വിളിച്ചില്ല. പകരം ഒരു മെസ്സേജ് അയച്ചു, മോളെ ഒന്ന് സംസാരിക്കണം തോന്നിയതാ. മെസ്സേജ് അയച്ചിട്ട് ഏറെ നേരം കഴിഞ്ഞിട്ടും മറുപടി വന്നില്ല. ഷാഹുൽ കിടക്കയിൽ കിടന്നു. പക്ഷെ ഉറക്കം കിട്ടുന്നില്ല. അവൻ്റെ മനസ്സിൽ മുംതാസിൻ്റെ മുഖം. വിവാഹ ദിവസം അവൾ ചിരിച്ചുകൊണ്ട് തൻ്റെ അരികിലേക്ക് വന്നത്. വിവാഹശേഷം ഒരുമിച്ച് കഴിഞ്ഞ 2 മാസം അവൾ രാവിലെ വിളിച്ചു നിർത്തിയത്, അവന് വേണ്ടി ഭക്ഷണമുണ്ടാക്കിയത്, അവൻ പോകാൻ ഒരുങ്ങിയപ്പോൾ വിഷമത്തോടെ നോക്കിയത്, പോകുന്നതിന് മുമ്പ് അവളുടെ കൈ പിടിച്ച് അവൻ പറഞ്ഞ വാക്കുകൾ, മോളെ നിന്നെ വിസ ശരിയാക്കൽ ഉടനെ ഞാൻ ഗൾഫിലേക്ക് കൊണ്ടുവരും. അന്ന് മുംതാസ് പറഞ്ഞിരുന്നു, ഞാൻ കാത്തിരിക്കും. ആ വാക്ക് ഷാഹുലിൻ്റെ മനസ്സിൽ വീണ്ടും മുഴങ്ങി. ഞാൻ കാത്തിരിക്കും. പക്ഷെ ഇപ്പോൾ അവൾക്ക് തൻ്റെ ഒരു ഫോൺ എടുക്കാൻ പോലും സമയമില്ലേ? ഷാഹുൽ കണ്ണുകൾ അടച്ചു. അവൾക്ക് ക്ലാസ് ആയിരിക്കും. അവൻ വീണ്ടും സ്വയം പറഞ്ഞു. പക്ഷെ ആ മനസ്സ് ആ വാക്ക് വിശ്വസിച്ചില്ല. അടുത്ത ദിവസം ഷാഹുൽ മുംതാസിനെ വിളിച്ചു. അത് 3 പ്രാവശ്യം. അവസാനം മുംതാസ് കോൾ റിജക്റ്റ് ചെയ്തു. കുറച്ചു കഴിഞ്ഞ് മെസ്സേജ് വന്നു, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ്. ഷാഹുൽ മെസ്സേജ് വായിച്ചു. അവനൊന്നും പറഞ്ഞില്ല. ശരി. അന്ന് ഷാഹുലിനെ ജോലിയിൽ ശ്രദ്ധിക്കാനായില്ല. അവൻ ഇടയ്ക്കിടെ ഫോൺ നോക്കി. മുംതാസ് വിളിക്കുമോ?
ഒരു മെസ്സേജ് അയക്കുമോ? ഒന്നുമില്ല. ഉച്ചയ്ക്ക് വീണ്ടും അവൻ വിളിച്ചു. അതെ, അവൾ എടുത്തില്ല. വൈകുന്നേരം വീണ്ടും, രാത്രിയിലും. ഓരോ തവണ ഷാഹുലിൻ്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം, എന്താണ് മുംതാസ് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കാത്തത്? അവൻ അവളോട് വഴക്കിട്ടിട്ടില്ല, അവളെ വേദനിപ്പിച്ചിട്ടില്ല, അവളെ സ്നേഹിക്കാതിരുന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ്? അവൻ അവളുടെ ചാറ്റ് തുറന്നു. ഒരുപാട് നേരം ടൈപ്പ് ചെയ്താൻ തുടങ്ങി. മോളെ, നിനക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും വിഷമമുണ്ടോ? അത് പെട്ടെന്ന് തന്നെ അവനെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. വീണ്ടും ടൈപ്പ് ചെയ്തു. നീ എന്നോട് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ്? അതുകൂടി ഡിലീറ്റ് ചെയ്തു. അവസാനം ഒന്നും അയച്ചില്ല. കാരണം അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൾക്ക് ശരിക്കും ക്ലാസ് ഉണ്ടെങ്കിൽ താൻ സംശയിക്കുന്നത് എന്തിന്? അവൻ ഫോൺ വെച്ചു. എന്നാൽ അതേസമയം മുംതാസ് തൻ്റെ ലോകത്തായിരുന്നു. സജീർ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോണിൽ പല മിസ്ഡ് കോളുകൾ. പക്ഷേ അവൾക്ക് ഇപ്പോൾ സജീറുമായുള്ള സംസാരത്തിൽ കൂടുതൽ താല്പര്യം തുടങ്ങിയിരിക്കുന്നു. ഷാഹുൽ വിളിക്കുമ്പോൾ അവളുടെ മനസ്സിൽ വരുന്നത് ഇപ്പോൾ എന്താണ് പറയുക? അത് പലപ്പോഴും ബിസിയാക്കും. സജീർ വിളിക്കുമ്പോൾ അതെ, അവൾക്ക് കൂടുതൽ ഇഷ്ടം പോലെ സമയമുണ്ട്. അന്ന് രാത്രി മുംതാസും സജീറും പതിവ് പോലെ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ആദ്യമൊക്കെ സാധാരണ വിശേഷങ്ങൾ, ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു, വീട്ടിലെ കാര്യങ്ങൾ, പഴയ കൂട്ടുകാരുടെ വിശേഷങ്ങൾ, അങ്ങനെ പലതും. അന്നത്തെ അവൻ്റെ ശബ്ദത്തിൽ എന്തൊക്കെയൊരു മാറ്റമുണ്ടായിരുന്നു. മുംതാസ് അത് ശ്രദ്ധിച്ചു. എന്തടാ നിൻ്റെ ശബ്ദത്തിൽ ഒരു മാറ്റം? അത് എന്തൊരു മൂഡ് പോലെ. അവൻ കുറച്ച് സമയം മിണ്ടാതിരുന്നു. പിന്നെ പതിയെ പറഞ്ഞു, മുംതാസ് എന്താ, നമ്മളിങ്ങനെ ഫോണിൽ മാത്രം സംസാരിച്ചിരുന്നാൽ മതിയോ? മുംതാസ് ചിരിച്ചു. പിന്നെ നിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നിന്നോട് സംസാരിച്ചു കൊണ്ടേയിരിക്കാൻ തോന്നുകയാണ്. മുംതാസ് ഒന്നും പറഞ്ഞില്ല. സജീർ വീണ്ടും പറഞ്ഞു, സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ കാണുമ്പോൾ പഴയ മുംതാസ് തന്നെ ആയിരിക്കുമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതെന്താ? അല്ലേ, കല്യാണം കഴിഞ്ഞ ആളുകൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവുമല്ലോ. എന്നിട്ട് പക്ഷെ നിന്നെ വീഡിയോ കോളിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്ത്? നീ ഇപ്പോഴും പഴയതുപോലെ തന്നെ അല്ലേ? പക്ഷെ അതിനേക്കാൾ സുന്ദരിയായിട്ടുണ്ട്. മുംതാസ് ചിരിച്ചു. പിന്നെ എങ്ങനെയാ, കുറച്ചുകൂടി. അവൻ വാക്ക് നിർത്തി. എന്താ, നല്ല ഭംഗിയുണ്ടെന്ന്. മുംതാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, ഇന്ന് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ സത്യം പറയാണ്. മതി മതി. അല്ല മുംതാസ്, ശരിക്കും കല്യാണം കഴിഞ്ഞപ്പോൾ നിനക്ക് സൗന്ദര്യം കൂടിയ പോലെ. അയ്യടാ. എന്താ, സത്യം പറഞ്ഞല്ലേ? മുംതാസ് ചിരിച്ചു. പക്ഷേ അവൻ്റെ ശബ്ദത്തിൻ്റെ അടുപ്പം അവൾക്ക് പതിയെ അസ്വസ്ഥത ഉണ്ടാക്കി തുടങ്ങി. അവൾ വിഷയം മാറ്റാൻ ശ്രമിച്ചു. അതെ, നമുക്ക് വേറെന്തെങ്കിലും. എന്ത്? മുംതാസ്, നിന്നോട് എനിക്ക് ഫോൺ സംസാരിച്ചിട്ട് മതിയാവുന്നില്ല. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കണം. ഫോണിൽ പറഞ്ഞാൽ പോരാ. അതെന്താ? ഒരിക്കലെങ്കിലും നമ്മൾ അടുത്തിരുന്ന് സംസാരിച്ചിട്ടുണ്ടോ? മുംതാസ് കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല. അവൻ ചോദിച്ചു, എന്താ, നമ്മൾ സുഹൃത്തുക്കളല്ലേ? ആ വാക്ക് കേട്ടപ്പോൾ മുംതാസിന് ചെറിയൊരു ആശ്വാസം തോന്നി. അതെ, സുഹൃത്തുക്കളാണ്. അവളുടെ മനസ്സിൽ അവൻ എപ്പോഴും ഒരു സുഹൃത്ത് എന്നതിലുപരി ആരൊക്കെയായി മാറിയിരുന്നു. അതിനെന്താ, അവൾ പറഞ്ഞു, നീ വരണമെങ്കിൽ വന്നോളൂ. അവർ രണ്ടുപേരും അതാ അങ്ങനെ ഒരു രീതിയിലെത്തുന്നു. എന്നാൽ ആ ലൊക്കേഷൻ അയച്ചു തരും. മുംതാസ് കുറച്ച് സമയം ആലോചിച്ചു. പിന്നെ ഫോൺ തുറന്ന് എൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ലൊക്കേഷൻ സെൻഡ്. അവൾ ഫോൺ താഴെ വെച്ചു. അല്പസമയത്തിന് ശേഷം അവൻ്റെ മെസ്സേജ് വരുന്നു. ആ, ഞാൻ വരുന്നു. മുംതാസ് ആ മെസ്സേജ് നോക്കി. അവളുടെ ഉള്ളിൽ ചെറിയൊരു അസ്വസ്ഥത. ഞാനിപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് പ്രശ്നമാവോ? വേലക്കാരത്തി പെണ്ണ് കാണോ? എന്തോ അറിയില്ല. ആ, ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് വാഹനത്തിൻ്റെ ശബ്ദം കേട്ടു. മുംതാസ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. വീടിന് മുന്നിൽ ഒരു വാഹനം നിർത്തി. അവൾക്ക് മനസ്സിലായി അവൻ എത്തിയിരിക്കുന്നു. അവളുടെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് കൂടിയത് അവൾ ശ്രദ്ധിച്ചു. എന്തിനാണ് ഞാനിങ്ങനെ നെർവസ് ആകുന്നത്? ഞാനിതെങ്ങനെ ഭയപ്പെടുന്നത്? അവൾ സ്വയം ചോദിച്ചു. ഫോൺ റിങ് ചെയ്തു. അതെ, അവൻ. ഹലോ, ഞാൻ താഴെയുണ്ട്. ആണോ? ഞാൻ പുറത്തിറങ്ങണോ? വേണ്ട, അകത്തേക്ക് വന്നോളൂ. കോൾ അവസാനിച്ചു. മുംതാസ് വാതിലിനടുത്തേക്ക് നടന്നു. ഒരു നിമിഷം അവിടെ നിന്നു. വാതിൽ തുറക്കണോ? അവൾ വീണ്ടും ചിന്തിച്ചു. പിന്നെ വാതിൽ തുറന്നു. അവൻ മുന്നിൽ. ഫോണിലൂടെ ദിവസവും സംസാരിച്ചിരുന്ന വ്യക്തി ഇന്ന് ആദ്യമായി അവളുടെ മുന്നിൽ നേരിട്ട് നിൽക്കുന്നു. ഹായ്. അവൻ ചിരിച്ചു. മുംതാസും പുഞ്ചിരി നൽകി. അകത്തേക്ക് വാ. അവൻ അകത്തേക്ക് കയറി. ഓഹ്, വീട് താണല്ലേ, നല്ല സെറ്റപ്പാണല്ലോ. അടിപൊളിയാണ് കേട്ടോ. നിൻ്റെ ഹസ്ബൻഡ് ഇത്രയും റിച്ചാണോ? അതെ, അദ്ദേഹം ഉണ്ടാക്കിയിട്ട വീടാണിത്. മുംതാസ് ചായ ഉണ്ടാക്കാൻ പോയി. അവൻ സോഫയിലിരുന്നു. കുറച്ച് സമയം ഇരുവരും ഒന്നും സംസാരിച്ചില്ല. അപ്പോഴേക്കും വേലക്കാരി
അതാ ചായയുമായിട്ട് എത്തി. അവർ രണ്ടുപേരും ഫോണിൽ സംസാരിച്ചിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഒരു ചമ്മൽ തോന്നി. ഇന്നിനി നേരിട്ട് കാണുമ്പോഴെന്താ വാക്കുകൾ കുറഞ്ഞു പോയ പോലെ അവൾ ചായ കൊണ്ടുവന്ന് കൊടുത്തു. താങ്ക്സ്. എന്തെങ്കിലും മിണ്ടാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ അതാ അവർ രണ്ടുപേരും നല്ല രീതിയിൽ സഹകരിച്ചു. സന്തോഷത്തോടെ ചായ കുടിച്ചു, സ്നാക്ക് കുടിച്ചു. വീടിൻ്റെ ഉൾഭാഗങ്ങളെല്ലാം അവന് കാണിച്ചു കൊടുത്തു. ഓഹ്, മുംതാസിൻ്റെ ബെഡ്റൂം അതാണ്. ഓ ഫാൻറ്റാസ്റ്റിക്. ഉഫ്, എൻ്റെ പെണ്ണേ, ഈ ബെഡ്റൂമിൽ വെച്ചേക്കൊന്ന്. നീ എത്ര ഭാഗ്യവതി. എന്താ? അവർ രണ്ടുപേരും സംസാരിച്ചിരുന്നു. എന്നാൽ വേലക്കാരിയോട് പറഞ്ഞത് അത് തൻ്റെ സുഹൃത്തായിരുന്നു എന്നായിരുന്നു. അങ്ങനെ അതാ വീടും പരിസരവും എല്ലാം അവൻ കണ്ടു. വിശാലമായ റൂം, ബെഡ്റൂം അതൊക്കെ കണ്ട് ആസ്വദിച്ചു. നീ ഭാഗ്യവതിയാണല്ലോ, നിൻ്റെ ഭർത്താവ് ഇത്രയും നല്ല വീടൊക്കെ സെറ്റാക്കിയിട്ട്. അതെ, ഭാഗ്യവതിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇല്ലല്ലോ. ഓ അതാണ്. എന്തൊക്കെ തന്നെയാലും അവർ രണ്ടുപേരും സംസാരിച്ചു. അവർ ഒരുപാട് സമയം തൊട്ടും തലോടിയും അങ്ങനെ നേരെ ചിലവഴിച്ചു. അവരുടെ ഇഷ്ടങ്ങളെല്ലാം അവിടെ തീർത്തു. എന്നാൽ ഞാൻ പോട്ടെ, പിന്നെ വൈഫ് വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കോളുകൾ പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താ നിനക്ക് അവോയ്ഡ് ചെയ്തൂടെ? ഏയ്, അവൾ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ടാണ്. അങ്ങനെ അതാ അവൻ ഇറങ്ങിപ്പോയി. പിന്നെ ഇടയ്ക്കിടെ ഞാൻ വരാട്ടോ. പിറ്റേന്ന് വിളിച്ചു. അതേ സമയമായപ്പോൾ അവൾക്കും അതൊത്തിരി ഒരു സന്തോഷമായി. ഓഹ്, എന്തായാലും ഭർത്താവില്ലെങ്കിൽ എന്താ, ഇങ്ങനൊരു കൂട്ടുകാരനെ കിട്ടിയല്ലോ, അതും വലിയ ഭാഗ്യം. അങ്ങനെ ദിവസങ്ങൾ അതാ അവരുടെ ഇഷ്ടങ്ങൾ അങ്ങനെ അവിടെ കഴിഞ്ഞു പോയി കൊണ്ടിരിക്കുന്നു. എന്നാൽ പല സമയങ്ങളിലും ഷാഹുൽ ഫോൺ വിളിക്കും. അപ്പോഴെല്ലാം അവൾ ബിസിയാക്കും, ക്ലാസ്സാണെന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ അവനോട് ശരിക്കും സംസാരിക്കാൻ വരെ അവൾ സമയം കണ്ടെത്തിയില്ല. എന്നാൽ പെട്ടെന്നാണ് അത് ഷാഹുലിന് കമ്പനി ലീവ് അനുവദിച്ചത്. അതായത് നിങ്ങൾക്ക് 2 ആഴ്ചത്തേക്ക് ഞാൻ ലീവ് തരുന്നുണ്ട്. അതായത് കമ്പനിയുടെ ബിസിനസ്സിൻ്റെ കുറച്ച് ഭാഗമായിട്ട് 2 ആഴ്ചത്തേക്ക് സ്റ്റാഫുകൾക്ക് ലീവ് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു. അതും എനിക്ക് വല്ലാത്ത സന്തോഷമായി. അതെ, ഞാൻ അവളെ വിട്ടു പോയതിന് ശേഷം അവൾക്ക് നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് അവളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവൾക്ക് നല്ലൊരു ഡയമണ്ട് നെക്ലേസ് വാങ്ങണം. അതെ, ഒരു 8-10 ലക്ഷം രൂപയുടെ നല്ലൊരു നെക്ലേസ്. അങ്ങനെ അത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണുവാൻ വേണ്ടിയിട്ട് ഡയമണ്ട് നെക്ലേസ് അതവളുടെ സന്തോഷത്തിന് വേണ്ടി കൊടുക്കണം. ഹോ, എന്തൊക്കെ തന്നെയാലും അവൾ ഞെട്ടും. അങ്ങനെ അതാ നല്ല വിലപിടിപ്പുള്ള ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങി അദ്ദേഹം സൂക്ഷിച്ചു. 2 ആഴ്ച പെട്ടെന്ന് ലീവ് തന്നത് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെയായിരുന്നു. വല്ലാത്ത സന്തോഷം തോന്നി. എൻ്റെ മുംതാസ്, നിനക്ക് വേണ്ടി ഞാൻ വരുന്നു മോളെ, നിൻ്റെ വിഷമങ്ങളെല്ലാം തീർക്കാൻ ഞാൻ വരുന്നു. അങ്ങനെ അവൻ പ്രതീക്ഷയോടെ അതാ നാട്ടിലേക്ക് വരികയാണ്. തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിന് സർപ്രൈസ് കൊടുക്കണം, ഈ ഡയമണ്ട് നെക്ലേസ്, അതായിരുന്നു അവൻ ആഗ്രഹിച്ചത്. തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് ശരിക്കും ഞെട്ടുമായിരിക്കും എൻ്റെ ഈ സർപ്രൈസായുള്ള ആ ഒരു വരവ്. അതെ, ഷാഹുലിൻ്റെ മനസ്സിൽ പല ചിന്തകളുമായി അവനതാ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി. യാത്രയിലുടനീളം തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ മുഖമായിരുന്നു അവൻ്റെ മനസ്സിൽ. ഞാൻ സർപ്രൈസായിട്ട് വരുമ്പോൾ അവൾ ശരിക്കും ഞെട്ടും, എന്തായാലും ഞെട്ടിക്കണം. അതെ, അവൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഡയമണ്ട് നെക്ലേസ് അത് നൽകണം. മനസ്സിൽ ഒരുപിടി ആഗ്രഹങ്ങളുമായിട്ടാണ് ഷാഹുലത ഫ്ലൈറ്റ് ഇറങ്ങിയത്. അതെ, സർപ്രൈസായിട്ട് എൻ്റെ പെണ്ണിനെ ഞെട്ടിക്കണം എന്നുള്ള രീതിയിലായിരുന്നു അവൻ വന്നത്. അതെ, പോകുമ്പോൾ അവളെയും കൊണ്ട് പോകണം എന്നുള്ള പ്രതീക്ഷയിലും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. കുറച്ചധികം ദിവസം ഹാർഡ് വർക്ക് ചെയ്തത് തന്നെ അതാ അവളെയും കൊണ്ടുപോകാനുള്ള എല്ലാ സെറ്റപ്പും പൂർത്തിയാക്കിയിട്ടാണ് അവൻ വരുന്നത്. അങ്ങനെ അത് പ്രതീക്ഷയോടെ വീട്ടിലേക്ക് അവൻ എത്തി. അതെ, മുൻഭാഗത്തെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. അവൻ കോളിംഗ് ബെൽ അമർത്തി. അതെ, തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിപ്പോൾ വരുമെന്ന് വിചാരിച്ചു. എന്നാൽ വാതിൽ തുറന്നത് അതാ മറ്റാരുമായിരുന്നില്ല, അവിടുത്തെ വേലക്കാരി ജസ്നയായിരുന്നു. ആ സാറോ? സാർ എന്ത് സർപ്രൈസായിട്ട് പെട്ടെന്ന്? അതെ, എവിടെ അവൾ? മുംതാസ് എവിടെ? ആ, മേഡപ്പോൾ പുറത്തോട്ട് പോയി. പുറത്തോട്ടോ? ആരുടെ കൂടെ? എന്തിന്? ആ, അത് മേഡത്തിന് ഫ്രണ്ട് വന്നിരുന്നോ? ഓ, ശരിക്കും അവൻ്റെ മനസ്സിൽ വല്ലാത്ത ദുഃഖമുണ്ടായി. എങ്കിലും അവനൊന്നും അറിയാത്ത രീതിയിൽ അത് വീട്ടിനകത്തേക്ക് കയറി അവരുടെ ബെഡ്റൂമിലേക്ക് പോയി. ഒരു നിമിഷം അവളുടെ ചിത്രങ്ങളും അവളുടെ ആ ബെഡും എല്ലാം കണ്ടപ്പോൾ അവൻ്റെ
മനസ്സലിഞ്ഞു. സാരമില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പോയതായിരിക്കും, എന്തായാലും വേണ്ടില്ല. അവനതാ അവൻ്റെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് അതിലോരോ വർക്കുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അവളെ വിളിച്ചില്ല, സർപ്രൈസ് ആകണമല്ലോ എന്ന് കരുതിയിട്ട് അവനതാ ആ ഒരു റൂമിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ടൊരു ഷെൽഫിൻ്റെ മറവിൽ അവൻ ഒളിച്ചിരുന്ന് ഓരോ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാറിൻ്റെ ശബ്ദം കേട്ടു. ഓ, അവൾ എത്തി തോന്നുന്നുണ്ട്. അങ്ങനെ അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ ജസീറും മുംതാസും കൂടെ സന്തോഷത്തോടു കൂടി നടന്ന് അകത്തേക്ക് കയറി. വരൂ ബേബി എന്ന് പറഞ്ഞ് അതാ അവനെ കൂട്ടിക്കൊണ്ടുവന്ന് ആ ബെഡിലിരുത്തി. എന്താലേ റൂമിലേക്ക് എത്തിയപ്പോഴേ എൻ്റെ പെണ്ണെ, സത്യം പറഞ്ഞാൽ നിൻ്റെ കൂടെ ബെഡ്റൂമിൽ ഇരിക്കുന്നതിനൊക്കില്ല കേട്ടോ, പുറത്തു പോകുമ്പോഴേ. ഓ, ഇതിനേക്കാളും വൈബ് വേറെന്താ പെണ്ണെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അതാ അവൻ കെട്ടിപ്പിടിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അല്ലെങ്കിൽ എത്രയെന്ന് കരുതിയിട്ട് ഭർത്താക്കന്മാരൊക്കെ കാത്തിരിക്കും, ഇതുപോലൊരു ഫ്രണ്ടിനെ കിട്ടിയതും എനിക്ക് വലിയ ഭാഗ്യമല്ലേ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വാരിപ്പുണർന്നു. എന്നാൽ അതാ ഒരിക്കൽ പോലും ആ ഷെൽഫിൻ്റെ ആ ഭാഗത്ത് തൻ്റെ ഭർത്താവ് ഒളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത് ഒരിക്കലും അറിഞ്ഞില്ല. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള സർപ്രൈസ് കയ്യിൽ പിടിച്ചിട്ടായിരുന്നു അദ്ദേഹം ഇരുന്നത്. എന്നാൽ അതാ അവനെ ആദ്യം കണ്ടത് അവളുടെ കാമുകനായ സജീറായിരുന്നു. ഒരു നിമിഷം ഷെൽഫിനടുത്ത് ലാപ്ടോപ്പിൻ്റെ അടുത്ത് ഇരിക്കുന്ന അദ്ദേഹത്തെ കണ്ട് ഒരു നിമിഷം അവൻ ഞെട്ടി. പെട്ടെന്ന് അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്താ ബേബി ഇങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറുന്നത്, എനിക്ക് നീയല്ലേ ഉള്ളൂ. ശരിക്കും അവൻ ഞെട്ടി അത് കാണുന്നത് അപ്പുറത്തുനിന്ന് നേരെ അവളുടെ ഭർത്താവിനെയാണ്. എന്നാൽ ഒരു നിമിഷം അവൾ എന്താ എന്നർത്ഥത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച തൻ്റെ ഭർത്താവ് അത് കയ്യിൽ ഒരു ബോക്സും പിടിച്ച് നിൽക്കുന്നു, അത് ഓപ്പൺ ചെയ്ത രീതിയിൽ. അത് ഞാൻ എൻ്റെ കൂട്ടുകാരനെ കണ്ടപ്പോഴേ ആദ്യമായിട്ട് കണ്ടപ്പോഴേ. വേണ്ട മുംതാസ്, ഇപ്പം മനസ്സിലായി എനിക്ക് എല്ലാം. അതായത് ഇതിനായിരുന്നു നീ ബിസിയാക്കിയിരുന്ന് ഫോണിലെ, അല്ലാതെ ക്ലാസ് എടുക്കാനല്ല അല്ലേ? എന്താ ഇത്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ പോയിട്ട് നീ ഇവിടെ. അങ്ങനെ പറയരുത് പ്ലീസ്, ഒരിക്കലും. ഞാൻ എൻ്റെ ഇക്ക അങ്ങനെയല്ല, ഞാൻ ഇവനെ എൻ്റെ ഫ്രണ്ടിനെ ആദ്യമായിട്ട് കണ്ടപ്പോഴേ. എന്നാൽ പെട്ടെന്ന് അതാ വേലക്കാരി ജസ്നയെ വിളിപ്പിക്കുന്നു. ജസ്ന. ആ സർ. അതെ, ഇവർ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു നിമിഷം അവൾ പകച്ചു പോയി, എന്ത് പറയണമെന്നറിയാതെ. അവളുടെ കണ്ണുകളിൽ അവൾക്ക് ഭയമായിരുന്നു. കാരണം എന്നെ മുംതാസ് എന്തെങ്കിലും പറയുമോ എന്ന് കരുതിയിട്ട് മുംതാസ് അവൾക്ക് നേരെ കണ്ണുരുട്ടി. അത് സാർ, ഞാൻ. വേണ്ട, സത്യം പറയുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലാതെ നിങ്ങളെല്ലാവരും എന്നെ വഞ്ചിക്കുകയാണെങ്കിൽ ഞാൻ. എന്നാൽ ജസ്ന പറഞ്ഞു, സർ അതെ, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾ തന്നെയാണ്, അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ കളവ് പറയുകയല്ല. എന്നാൽ പെട്ടെന്ന് അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ജസ്ന ഇവിടെ വന്നേ എന്ന് പറഞ്ഞു. ആ സർ. ഏതായാലും അവൾക്കനുസരിച്ച് ഒരാളെ കണ്ടുപിടിച്ചു. അവർ സുഖവാസം തുടങ്ങി. എന്നാൽ ജസ്ന, വിവാഹം കഴിക്കാത്ത നിന്നെ ഞാനിത് ഈ നിമിഷം നിൻ്റെ കഴുത്തിൽ ഞാൻ മഹർ ചാർത്തും. അതെ, ഈ ഡയമണ്ട് നെക്ലേസ്, അവൾക്ക് വേണ്ടി വാങ്ങിയ 10 ലക്ഷത്തിൻ്റെ ഈ നെക്ലേസ്, ഇത് നിനക്കാണ്. എന്താ, എൻ്റെ കൂടെ ജീവിക്കാൻ നീ തയ്യാറാണോ? അവരുടെ മുമ്പിൽ വെച്ച് അത് പറഞ്ഞപ്പോൾ മുംതാസ് പൊട്ടിക്കരഞ്ഞു. ഇക്ക വേണ്ട, എന്നെ ചതിക്കല്ലേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല, വെറുതെ ഒരു രസത്തിനായിരുന്നു. എന്ത് രസം, നിങ്ങൾ ജീവിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളായി, എനിക്ക് മനസ്സിലായി. കാരണം ഓരോ കോള് വരുമ്പോഴും നീ ബിസിയാക്കുമായിരുന്നു, എന്നോട് നീ സംസാരിക്കില്ലായിരുന്നു. ഇപ്പം എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതുകൊണ്ട് ജസ്ന വാ, നിക്കാഹിനുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നീ പോയിക്കോ അവൻ്റെ കൂടെ. ഏയ് നീ എന്ന്, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, എനിക്ക് ഗർഭിണിയായ ഒരു ഭാര്യയുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു, ഇനി നിങ്ങൾ എന്താ ചെയ്യിക്കോളൂ. ആ നിമിഷം തന്നെ അത് ജസ്നയെയും കൂട്ടി അദ്ദേഹം പോകുന്നു, അത് നിക്കാഹ് കർമ്മത്തിന് വേണ്ടി. എന്നാൽ ആ നിമിഷം തന്നെ അവളെ നിക്കാഹ് ചെയ്ത് അവളുടെ കഴുത്തിൽ അവൻ ആ 10 ലക്ഷത്തിൻ്റെ ഡയമണ്ട് നെക്ലേസ് കെട്ടിക്കൊടുത്തു. നേരെ അതാ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ മുംതാസും സജീറും പരിഞ്ഞു നിന്ന് പോയി. തൻ്റെ ഭർത്താവ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചില്ല. എന്നാൽ അതാ അയാൾ ഗൾഫിലേക്ക് പോകുവാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇവിടെ നിന്നിട്ടെന്താ, ഇതൊക്കെ കാണാനല്ലേ. എന്നാൽ ആ നിമിഷം ജസ്റ്റിനോട് പറഞ്ഞു, ജസ്ന വാ, നമുക്ക് എമർജൻസി പാസ്പോർട്ട് എടുക്കാം, നമുക്ക് പോകാം, അവരെന്തായിക്കോട്ടെ, എനിക്ക് നിൻ്റെ കൂടെയുള്ള ജീവിതം മതി, നീ നിഷ്കളങ്കയായ പെൺകുട്ടിയാണ് നീയെ. ഇക്ക അങ്ങനെ പറയല്ലേ, ഇക്ക എങ്ങനെ പറയല്ലേ. എന്നാൽ സജീറാകട്ടെ, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, എനിക്ക് 2 ഭാര്യമാരെ കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യുക പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ, ഇതിന് നിനക്ക് പ്രയാസമില്ലേ,
തെറ്റായ രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നതിനെ എന്ന് പറഞ്ഞുകൊണ്ട് ജസ്നയുടെ കൈയും പിടിച്ചുകൊണ്ട് അതാ ഷാഹുൽ ആ വീടിൻ്റെ പടിയിറങ്ങി. ശരിക്കും അതാ മുംതാസ് കരഞ്ഞ് നിലവിളിച്ചു. എന്ത് ചെയ്യാൻ, താൻ ചെയ്ത തെറ്റിനെ ഇത്ര പെട്ടെന്ന് തനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടുമെന്ന് ഒരിക്കൽ പോലും അവൾ വിചാരിച്ചില്ല. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അതെ, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ സുഖവും സൗഭാഗ്യങ്ങളും ക്യാഷുമെല്ലാം നഷ്ടപ്പെട്ടു. ഇതാ ഗർഭിണിയായ ഭാര്യയുള്ള ഇയാളുടെ കൂടെ ഇനി ജീവിക്കാന്ന് വെച്ചാലേ അതൊരിക്കലും നടക്കുന്ന കാര്യവുമല്ല. അതെ, സുഖസന്തോഷമായി കഴിഞ്ഞിരുന്ന മുംതാസ് ഇന്ന് വളരെയധികം വിഷമവും വേദനയും അനുഭവിക്കുകയാണ്. എന്നാൽ സജീർ പറഞ്ഞു, നീ എന്ത് കരുതിയിട്ടാ? ഞങ്ങൾ ആണുങ്ങളാണ്, ഞങ്ങളങ്ങനെ പലതും പറയും. പക്ഷേ ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. അതായത് നിൻ്റെ കൂടെ ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല. എൻ്റെ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നത്, അല്ലാതൊരിക്കലും നിന്നെ വിവാഹം കഴിക്കണമെന്നുള്ള ചിന്തയിലല്ല എന്നും പറഞ്ഞുകൊണ്ട് അതാ അവനും പടിയിറങ്ങി പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ മുംതാസിൻ്റെ ജീവിതം അത് വളരെയധികം മോശമായ രീതിയിലായി. അതെ, ഏതൊരു പെണ്ണിനും ഈ ഒരു കഥ പാഠമാണ്. താൽക്കാലിക സുഖത്തിന് വേണ്ടി, താൽക്കാലിക രസത്തിന് വേണ്ടി അവൾ അവനുമായുള്ള ജീവിതം തിരഞ്ഞെടുത്തു. പക്ഷേ പിന്നീട് ഇപ്പോൾ അവൾക്ക് സ്ഥിരമായ കയ്പേറിയ ജീവിതമായി മാറി. എല്ലാ സ്ത്രീകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. മുംതാസിൻ്റെയും ഷാഹുലിൻ്റെയും കഥ ഇന്നത്തെ തലമുറക്ക് ഒരു പാഠമാണ്.